SDPI നേതാവെന്നാണ് സ്വയം അയാൾ വെളിപ്പെടുത്തിയത്. അപ്പൊ അയാൾ എങ്ങനെ ലോക്കലാകും? അപ്പൊ അതിന്റെ അർത്ഥം ഇവരിപ്പൊ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അഷ്റഫ് മൗലവി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, പത്രത്തിൽ വായിച്ചു. SDPIക്കാര് അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നോക്കൂ, തൃപ്പൂണിത്തുറ SDPIയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ അവിടെ കയറി വന്നു, പള്ളുരുത്തി നിന്നുള്ളവരൊക്കെ കയറി വന്നു. ഭീകരവാദികളല്ലേ? നോക്കൂ, ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഭയം ഉളവാക്കുന്നവർ, ഭീതി ഉണ്ടാക്കുന്നവരാണ് ഭീകരവാദികൾ. വർഗീയവാദികൾ ആരാണ്? ഒരു വർഗത്തിന് വേണ്ടി മറ്റുള്ള വർഗത്തിന്റെ എല്ലാ അവകാശങ്ങളും പിടിച്ചെടുക്കുന്ന വാദിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തങ്ങൾക്ക് മാത്രം എല്ലാം എന്ന് വാദിക്കുന്ന ഒരു വർഗീയവാദികൾ. അപ്പോൾ മിതവാദികൾ ഇന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വന്നു, മിതവാദി പുറത്തു വന്നു, മിതവാദി പുറത്തു വന്നു, വർഗീയവാദികൾ അതിനിടക്കുണ്ട്, ഭീകരവാദികളുണ്ട്. ഇതാണ് വിഷയം. സർക്കാർ ഇവരെല്ലാം പൊതിഞ്ഞു പിടിക്കുന്നു. ശരി, സനൂപ് മറുപടി പറഞ്ഞോളൂ. അത് തന്നെയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നതും. ഞാൻ പറഞ്ഞു വന്നത് നിലവിലത്തെ ഇദ്ദേഹം പറഞ്ഞു 2018 കോടതി വിധിയെ കുറിച്ച് 2024 ഓഗസ്റ്റിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. NG ആചാര്യ മറാഠ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജീവ് കുമാറുമാണ് വിധി പുറപ്പെടുവിച്ചത്. ഹിജാബ് ഇട്ട് പോവാൻ അവരുടെ താല്പര്യം അനുവദിക്കേണ്ടതുണ്ട് എന്നും തിലകവും ബന്ദിയും ഇട്ട് വരുന്ന കുട്ടികളെ നിങ്ങൾ തടയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വിധി പുറപ്പെടുവിച്ചത്. ഭിന്ന വിധിയായിരുന്നു. അതിപ്പോൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലുമാണ്. ഭീകരവാദികളാണ് എന്ന് ഫാദർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനെയാണ് ഫാദർ ഭീകരവാദമാക്കി ചിത്രീകരിക്കുന്നത്? ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ അധ്യാപക സമൂഹം അവർ തലയിൽ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അവർക്കില്ലാത്ത ഭയപ്പാടാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മഫ്ത ധരിച്ചെത്തുമ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്ന ദുർവ്യാഖ്യാനമാണ്. അവിടുത്തെ ഏതെങ്കിലും ഒരു സിസ്റ്ററോ ഏതെങ്കിലും അധ്യാപികയോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. കുട്ടിയെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാകുന്നു എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല. സനൂപ് അത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം മാത്രമാണ്. അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. കാരണം കുട്ടിയെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഫാദർ അതിലൊരു ക്ലാരിറ്റി വരുത്തണം. ഫാദർ അതിലൊരു ക്ലാരിറ്റി വരുത്തുക. ഈ പറയുന്ന കാര്യത്തില് താങ്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടന്നുകൊണ്ടാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഇത്തരം കാര്യം പറയുന്ന കുട്ടിക്ക് TC എടുത്തു വച്ചിരിക്കുന്നു. മാസങ്ങളായി ഞാൻ ഈ വിഷയം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് യാതൊരു നീതിയും അവിടുന്ന് ലഭിക്കുന്നില്ല, നിങ്ങളൊന്ന് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു പ്രവർത്തകൻ, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നയാളാണ്, ആളുകൾ പരാതിയുമായി വരുമ്പോൾ ആ പരാതിയിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഒരാളെ സമീപിക്കുകയും അദ്ദേഹം ആ സ്കൂളിൽ വളരെ മാന്യമായി ചെല്ലുകയും വളരെ കൃത്യമായിട്ട് ആ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അടക്കമുള്ളവരോട് സംസാരിക്കുകയും ചെയ്തപ്പോ അവരാണ് സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തെ NIA ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ വലിച്ചഴക്കപ്പെടുമ്പോ ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സ്കൂളിലെയും നിയമാവലിക്ക് മുകളിലല്ല, എല്ലാത്തിനും മുകളിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ 30 വച്ചാണ് ഇവർ ചെയ്യുന്നത്. സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല അങ്ങനെയൊന്നും അല്ല സനൂപ് എനിക്ക് ഒരു സംശയമുള്ള സനൂപ് നിർത്തൂ ഒരു സംശയമുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഒഴിവാക്കണം. സനൂപ് നിർത്തൂ അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ. കുറെ നേരമായി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടി ഹിജാബ് ഇട്ട് വന്നതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ഭയമുണ്ടായി എന്ന രീതിയിൽ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫാദർ ജോഷി പയ്യാറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമല്ലേ? മറ്റുള്ളവരും പറയട്ടെ. മറ്റുള്ളവരും പറയട്ടെ. ഇതാണ് നിങ്ങളെ വിളിക്കാത്തത്. ഫാദർ ജോഷി സനൂപ് നിർത്തൂ. താങ്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. സ്കൂൾ ബസ്സിലാണ് വെള്ളിയാഴ്ച പള്ളിയിൽ കൊണ്ടുപോകുന്നത്. ആ സ്കൂളിൽ കുട്ടികൾ മഫ്ത ധരിക്കുന്നത്, ആ സ്കൂളിൽ കുട്ടികൾ ആൺകുട്ടികൾ
ശ്രദ്ധിക്കേണ്ടത് ഇവര് അന്ന് ഇടിച്ചു കയറി വന്ന് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ കുട്ടികളെല്ലാവരും ഭയപ്പെട്ടു. സനൂപിന് കേൾക്കുന്നില്ലേ? സനൂപ് നിർത്തൂ, സനൂപ് നിർത്തൂ. വാതിലൊക്കെ അവർക്ക് അടച്ചിടേണ്ടി വന്നു. ശബരിമല അങ്ങനെ ആ വാതിലും ജനലും അടച്ചിട്ടിട്ട് സനൂപ് നിർത്തൂ, സനൂപ് നിർത്തൂ. ശരിയല്ല കേട്ടോ, ഇങ്ങനെ ചർച്ച അല്ല, മറ്റുള്ളവർ സംസാരിക്കാൻ അനുവദിക്കാത്തത് ശരിയല്ല. സനൂപ് താങ്കൾ കേൾക്കുന്നുണ്ട് കൃത്യമായിട്ട്, താങ്കൾ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഫാദർ സനൂപ് പറഞ്ഞത് അതെനിക്കത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നായിട്ടാണ് തോന്നിയത് കേട്ടോ. ആ കുട്ടി ഹിജാബ് ഇട്ട് വന്നതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ഭയപ്പാടുണ്ടായി എന്ന രീതിയിൽ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും പ്രിൻസിപ്പൽ മാത്രമല്ല അവിടുത്തെ ഓരോ അധ്യാപകരും ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടുന്ന് വന്നിട്ടില്ല. പച്ചക്കള്ളം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇവര് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടൂ. മറിച്ച് അവര് പറഞ്ഞു ഏത് കാര്യത്തിലാണ്? ഇവരെ ഇരച്ചു കയറി ഇടിച്ചു കയറി ചെന്നപ്പോൾ അവിടെ ക്ലാസ് നടക്കുകയായിരുന്നു. ആ നേരത്ത് അവര് ജനലും വാതിലൊക്കെ പൂട്ടിയിട്ട് ക്ലാസ് നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതാണ് ഭയത്തിന്റെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഹിജാബ് ഇടണമെന്ന് പറഞ്ഞിട്ട്, ഇടിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തകർത്ത് പൊളിച്ച് ഏതാണ്ട് വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ ഉണ്ടാക്കി, കുട്ടികളൊക്കെ പേടിപ്പിച്ച്, അധ്യാപകരെ പേടിപ്പിച്ച്, ജനലും വാതിലൊക്കെ അടച്ച്, പിന്നെ 2 ദിവസത്തേക്ക് ആ സ്കൂള് അടച്ചിടേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കി. അതാണ് ഭീകരത എന്ന് പറയുന്നു. ശരി ശരി ആരിഫ്, എനിക്കിപ്പോൾ തോന്നിയത് SDP ആണ് അവിടെ ഈ പ്രശ്നം വഷളാക്കിയത് എന്നാണ്. ആരിഫ്, SDP ആണ് ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത്. SDP തന്നെയാണ് ഇത് വഷളാക്കിയത്. SDP യോടുള്ള പേടിയാണ് ഇന്നത്തെ നിലവിലെ ഗവൺമെന്റിന് ഇതിനകത്തൊരു തീരുമാനം പോലും എടുക്കാൻ പോലും അവസരം കൊടുക്കാത്തത്. ഇനി ഒരു കാര്യം കൂടി, ഞാൻ കൈ പൊക്കിയത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി, എന്റെ പൊന്ന സനൂപ് ഞാൻ പറയട്ടെ, അത് എന്റെ സമയമാണ്, ഒന്നും മിണ്ടാണ്ടിരിക്കും. ഓക്കെ, ഇതിൽ ഒരു പറയാനുള്ളത് അതത്രേ ഉള്ളൂ. അതായത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് അവരിങ്ങനെ ആ കുട്ടിയുടെ പാരന്റ്സ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നു. ഇവിടെ എന്താ പോലീസ് സ്റ്റേഷൻ ഒന്നുമില്ലേ? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വിളിക്കാനും പറയാനും, ഇവിടെ നിയമങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവിടെ ഒരു പോലീസ് സംവിധാനം ഉണ്ടല്ലോ, അവരല്ലേ വിളിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതല്ലേ ചെയ്യല്? അതിന് പകരം ഇത് ഈ പറയുന്ന നിയമപാലനം, ഇത്തരം കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുമതല അതെപ്പോഴാണ് SDP മാത്രമായിട്ട്? ഇത് മുന്നേ നമ്മൾ കണ്ടു, ഇവിടെ ഒരു ചർച്ച നടന്നതാണ്. ഈ കണ്ണൂർ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ തല്ലിക്കൊന്നത് അന്നും SDP-കാരാണ്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പോയി, ഞങ്ങൾ ഔദ്യോഗികമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല എന്ന്. ഇതന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിപ്പ് ഈ സാധനമാണെന്നുള്ളത് ഇവിടെ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒന്നും വെളുപ്പിക്കാനുള്ള അവസരമായിട്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെച്ചോളൂ. ഇവരായിട്ട് പറയുന്നു ഇതിൽ നിങ്ങളുടെ ഇടപെടൽ, ഇത് സത്യത്തിൽ ഈ പറയുന്ന വിഷയം ഉണ്ടാക്കുക മാത്രമല്ല, ഇതിൽ കുളം കലക്കി മീൻ പിടിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് മന്ത്രിയും തലകുത്തി വീണിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം ഇതിനകത്ത് ഒരു യൂസ്ഫുൾ ഇഡിയറ്റ്സിന്റെ നിലപാടിലേക്ക് മാറുന്നു എന്നത് കാണുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഹിജാബ് വിവാദം ലീഗ് നിലപാട് UDF-നെ പ്രതിരോധത്തിലാക്കിയോ?